പ്രിയപ്പെട്ടവരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീ എന്നെ ചൂടി വന്നു, വീടെത്തിയപ്പോൾ ഒടിച്ചു മടക്കി ഒരു മൂലയിൽ വെച്ചു. കൊടയുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, ഞാനൊരു അപ്പാപ്പനോട് സംസാരിക്കുകയായിരുന്നു. സിസ്റ്ററെ, ഞാൻ എൻ്റെ മക്കളെ അത്രയും കഷ്ടപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അവരെയൊക്കെ വളർത്തിയത്. അവരൊക്കെ നല്ല നിലയിലെത്തിയപ്പോൾ ഞാനൊരു കൊട പോലെയായിരുന്നു, ഒരു മൂലയിൽ എന്നെ ആക്കിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു. നമുക്കൊക്കെ അപ്പാപ്പനും അമ്മാമ്മയിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുഞ്ഞിലെ നമ്മളെ കയ്യിൽ പിടിച്ച് സ്കൂളിൽ ചേർത്തതും പള്ളിയിൽ കൊണ്ടുപോയതൊക്കെ നമ്മുടെ അപ്പച്ചനമ്മച്ചിയായിരുന്നില്ലേ. പിന്നെ പ്രായമാകുമ്പോൾ അവർക്ക് ഒന്നിനും പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റി വയ്ക്കാം. കുഞ്ഞിലെ നമുക്കൊന്നും പറ്റാത്ത അവസ്ഥയിൽ അവരങ്ങനെ നീക്കി നിർത്തിയെങ്കിൽ നമ്മളൊക്കെ ഈ നിലയിലെത്തുമോ? ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. അപ്പാപ്പൻ്റെയൊക്കെ കണ്ണീരിൽ നമുക്കൊരു അനുഗ്രഹം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീ എന്നെ ചൂടി വന്നു, വീടെത്തിയപ്പോൾ ഒടിച്ചു മടക്കി ഒരു മൂലയിൽ വെച്ചു. കൊടയുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, ഞാനൊരു അപ്പാപ്പനോട് സംസാരിക്കുകയായിരുന്നു. സിസ്റ്ററെ, ഞാൻ എൻ്റെ മക്കളെ അത്രയും കഷ്ടപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അവരെയൊക്കെ വളർത്തിയത്. അവരൊക്കെ നല്ല നിലയിലെത്തിയപ്പോൾ ഞാനൊരു കൊട പോലെയായിരുന്നു, ഒരു മൂലയിൽ എന്നെ ആക്കിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു. നമുക്കൊക്കെ അപ്പാപ്പനും അമ്മാമ്മയിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുഞ്ഞിലെ നമ്മളെ കയ്യിൽ പിടിച്ച് സ്കൂളിൽ ചേർത്തതും പള്ളിയിൽ കൊണ്ടുപോയതൊക്കെ നമ്മുടെ അപ്പച്ചനമ്മച്ചിയായിരുന്നില്ലേ. പിന്നെ പ്രായമാകുമ്പോൾ അവർക്ക് ഒന്നിനും പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റി വയ്ക്കാം. കുഞ്ഞിലെ നമുക്കൊന്നും പറ്റാത്ത അവസ്ഥയിൽ അവരങ്ങനെ നീക്കി നിർത്തിയെങ്കിൽ നമ്മളൊക്കെ ഈ നിലയിലെത്തുമോ? ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. അപ്പാപ്പൻ്റെയൊക്കെ കണ്ണീരിൽ നമുക്കൊരു അനുഗ്രഹം ഉണ്ടാവും.